ഹായ് ഗായ്സ്, എൻ്റെ പേര് വിദ്യ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് സുഖമായിട്ടൊക്കെ ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നെന്ന് വെച്ചാൽ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ഒരു വ്യക്തിയുടെ ലൈഫിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചിന്തിക്കുന്നവർക്കും, അതേപോലെ തന്നെ ഞാനൊരു ബിഗിനറാണ്, എനിക്ക് നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാൻ അറിയില്ല, എന്തൊക്കെ പ്രോഡക്റ്റ്സാണ് ഇൻവോൾവ് ചെയ്യേണ്ടതും, അതേപോലെ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്കിൻ കെയർ റുട്ടീനാണ് ഗൈസ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനും നൈറ്റ് സ്കിൻ കെയർ റുട്ടീനും തമ്മിലുള്ള വ്യത്യാസം എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരാം, ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് എന്ന്. ഞാൻ പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ് ഏറ്റവും കൂടുതൽ 100% മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ വെച്ച് നോക്കുമ്പോൾ എഫക്റ്റീവായിട്ട് റിസൾട്ട് തരുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിൽ നമ്മുടെ പ്രോഡക്റ്റ്സൊക്കെ ഇൻവോൾവ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഒരിക്കലും റെസ്റ്റിലായിരിക്കില്ല. ഒന്നെങ്കിൽ നമ്മൾ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ പഠിക്കാൻ പോകും, ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി ചെയ്യാൻ പോകും, അതേപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മൾ വെളിയിൽ പോകും. സോ നമ്മൾ ഒരു സംഭവത്തിൽ നിന്ന്, അല്ലെങ്കിൽ എൻവയോൺമെൻ്റലായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്നുള്ള കുറേ ഫാക്ടേഴ്സ്, പൊടി ആയിക്കോട്ടെ, ചൂടായിക്കോട്ടെ, അത്രയും ഫാക്ടേഴ്സിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് നമ്മൾ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിൽ ചെയ്യുന്നത്. അത് 100% അല്ലെങ്കിൽ 100% നമ്മുടെ സ്കിന്നിന് അത് റിസൾട്ട് തരണമെന്നില്ല. നമ്മൾ 100% അല്ലെങ്കിൽ ഒരു 70-80% വരെ നമ്മുടെ സ്കിന്നിനെ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കുക ചെയ്യുന്നത്. അതാണ് മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ. പക്ഷെ നമ്മൾ രാത്രി എടുക്കുകയാണെങ്കിൽ നമ്മൾ റെസ്റ്റിലാണ് ഗൈസ്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിൽ പെട്ടെന്ന് പോകുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയം, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡി ഫുൾ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റിലും, അതേപോലെ തന്നെ നമ്മുടെ സ്കിന്ന് പണിയെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ റിപ്പയറിങ് പ്രോസസ്സ് നടക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ എഫക്റ്റീവായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് നമ്മുടെ സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ 100% എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടും. കാരണം നമ്മൾ റെസ്റ്റിൽ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പണിയെടുക്കുന്നില്ല, നമ്മൾ വെളിയിൽ പോകുന്നില്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല. ആ സമയത്ത് നമ്മുടെ സ്കിന്ന് നമ്മൾ നല്ല രീതിക്ക് പ്രവർത്തിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഇടുന്ന പ്രോഡക്ട്സിന് 100 മടങ്ങ് റിസൾട്ട് തരും. അതുകൊണ്ടാണ് നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ഒരു വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടി കാണുമേ. ഇനി നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഞാൻ എന്താണ് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന സമയത്ത്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാനിവിടെ ഫേസ് വാഷ് പറയത്തില്ല, ഇവിടെ ഞാൻ ക്ലെൻസറേ പറയത്തുള്ളൂ. കാരണം പകല സമയത്ത് ഇപ്പോൾ എന്തോ ചെയ്യുന്നത് വെച്ചാൽ, എല്ലാവരും സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് മാത്രം ഇടണമെന്നില്ല. മേക്കപ്പ് പ്രോഡക്റ്റ്സ് ലൈക്ക് കൺസീലർ ഇടാം, ഫൗണ്ടേഷൻ ഇടാം, അതേപോലെ തന്നെ BB ക്രീം, CC ക്രീം, എന്തൊക്കെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് നമ്മുടെ സ്കിന്നിൽ ഇരിക്കും. ഓക്കെ, അപ്പോൾ വൈകിട്ട് നമ്മൾ നോർമലായിട്ടുള്ള ഒരു ഫേസ് വാഷ് എടുത്ത് നമ്മൾ കഴുകിക്കളഞ്ഞാൽ അത് പെട്ടെന്നൊന്നും പോകത്തില്ല. അപ്പോൾ അത് പോകണമെങ്കിൽ എന്തോ ചെയ്യണം? ക്ലെൻസർ ഉപയോഗിക്കണം. ക്ലെൻസറിന് ഫേസ് വാഷിനെ കാട്ടിലും പ്രവർത്തിക്കാനുള്ളൊരു ശക്തിയുണ്ട്. ആ ശക്തിയിൽ എന്തോ ചെയ്യും? ഇതേപോലത്തെ മേക്കപ്പ് പ്രോഡക്ട്സും ഡൗട്ട്സും ഇമ്പ്യൂരിറ്റീസും വലിച്ചെടുത്തങ്ങ് കളയും. ഓക്കെ, ക്ലെൻസറും ഫേസ് വാഷും തമ്മിൽ ഏറെക്കുറെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ, അതുകൊണ്ട് നിങ്ങളത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും. സോ ഗൈസ്, അപ്പോൾ ഈ ഫേസ് വാഷും ക്ലെൻസർ, അപ്പോൾ ഞാൻ എന്താ പറയുന്നത്, ക്ലെൻസർ നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ ക്ലെൻസർ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിക്ക് നിങ്ങളുടെ മുഖം ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്തോ ചെയ്യും? ഒരുപാട് ഡോട്ട്സും ഇമ്പ്യൂരിറ്റീസും വലിച്ചു കളയുന്നതാണ് ക്ലെൻസർ. ആ സമയത്ത് നമ്മുടെ pH ലെവലൊന്ന് കുറയും. എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവൽ കുറയുന്നതിനനുസരിച്ച് സ്കിൻ എന്തോ ചെയ്യും? മോയ്സ്ചറൈസിങ് കപ്പാസിറ്റി നഷ്ടപ്പെടും. അപ്പോൾ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ്, ഇത് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് ടോണർ നിങ്ങൾ ഉപയോഗിക്കുക. കാരണം ടോണർ നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഈ ക്ലെൻസർ കളഞ്ഞ പരിപാടി ഉണ്ടല്ലോ, ക്ലെൻസർ എല്ലാം വലിച്ചങ്ങ് കളയും. അപ്പോൾ അതൊന്ന് വീണ്ടെടുക്കാൻ, മോയ്സ്ചറൈസിങ് കപ്പാസിറ്റി ഒന്ന് വീണ്ടെടുക്കാൻ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ടോണറാണ്. ടോണർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാം, 18 വയസ്സിന് മേളിലുള്ള ആളുകൾക്ക് ആർക്ക് വേണമെങ്കിലും ടോണർ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഇത് സത്യം പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഈ മൂന്നാമത്തത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ,
ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മുഖം എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും സ്കിൻ എടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോരോ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ മുഖത്തുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ലൈക്ക് ഇപ്പോൾ എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് മാറ്റിയിട്ട് എനിക്ക് ബ്രൈറ്റൻ ആക്കണം, എൻ്റെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കണം, എൻ്റെ ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കണം, എൻ്റെ ചുളിവുകൾ മാറ്റണം. ഇതൊക്കെ പ്രശ്നങ്ങളുള്ളവർ ഇതിനനുസരിച്ച് ഓരോ പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ഓരോ സീറമും ഓരോ ക്രീംസും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് മൂന്നാമത്തത് നിങ്ങളുടെ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റെപ്പായിട്ട് എടുത്തോളൂ. അപ്പോൾ ഈ മൂന്നാമത്തെ ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിന് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ സീറംസ് നിങ്ങളുടെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ എഫക്റ്റീവായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ് നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ വേണം നിങ്ങൾ പ്രോഡക്ട്സും സീറംസും യൂസ് ചെയ്യാൻ. എന്ന് വെച്ചാൽ ഇതിന് പ്രശ്നങ്ങൾക്ക് മാറ്റുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് പകൽ നിങ്ങൾ യൂസ് ചെയ്താൽ അത് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് നൈറ്റ് ക്രീംസ് യൂസ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക. ഒരുപാട് നിങ്ങൾ സീറംസ് യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇനി അവസാനത്തെയാണ് 4ാമത്തെ സ്റ്റെപ്പാണ്. ഈസിയാണ് ഗൈസ്, ഒന്നുമില്ല. മോയ്സ്ചറൈസർ, സൺസ്ക്രീനൊന്നും എടുത്ത് തേക്കൽ രാത്രിയാണ്. സോ മോയ്സ്ചറൈസർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിതെല്ലാം തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ എന്താണ് അത് ലോക്ക് ചെയ്യാൻ ഒരാൾ വേണ്ടേ? എന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്തിരിക്കാനും രാവിലെ വരെ ഒരു ഹൈഡ്രേഷൻ തന്ന് നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് പ്രവർത്തിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അവസാനം വരെ യൂസ് ചെയ്യേണ്ട സാധനം എന്താണ്? മോയ്സ്ചറൈസർ. അപ്പോൾ മോയ്സ്ചറൈസർ തേക്കുമ്പോൾ ഇതെല്ലാം അവർ ലോക്ക് ചെയ്ത് വെക്കും. നമ്മൾ തേക്കുന്ന സെറം ആയിക്കോട്ടെ ക്രീം ആയിക്കോട്ടെ എല്ലാം ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു മോയ്സ്ചറൈസിങ് തരും, ഹൈഡ്രേഷനും തരും. അതുകൊണ്ടാണ് അവസാനത്തെ 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ഗൈസ്. ഇത്രയേ ഉള്ളൂ. ബേസിക്കായിട്ട് 4 സ്റ്റെപ്സ് നിങ്ങൾക്കൊരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിച്ചോളൂ, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. എന്തൊരു ചൂട്, കറണ്ട് പോകുന്നില്ല. ഇതുവരെ